السلام عليكم ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا لله الواحد القهار المؤمن الجبار المهيمن الغفار غافل الذنب وقابل التوب له الكتاب إليه الإياب وعليه الحساب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إنا نحن نزلنا الذكر وإنا له لحافظين. വേദിയിലിരിക്കുന്ന സമാദരണീയരായ വ്യക്തിത്വങ്ങളെ, ഈ മഹാസമ്മേളനത്തിൽ ഭാഗവാക്കാകുന്ന വിദ്യാർത്ഥിനികളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സർവശക്തനും പ്രപഞ്ചത്തിൻ്റെ രക്ഷിതാവും കാരുണ്യവാനുമായ അള്ളാഹുവിൻ്റെ കൃപാകടാക്ഷങ്ങൾ നമ്മിൽ വർഷിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഏപ്രിൽ മാസം 12-ാം തീയതി ഇംഗ്ലണ്ടിലെ സതാപ്ടണിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പുറപ്പെട്ട ഒരാഡംബര കപ്പൽ 2224 യാത്രക്കാരുമായാണ് കപ്പലതിൻ്റെ യാത്ര ആരംഭിച്ചത്. അന്നുവരെ നിർമ്മിക്കപ്പെട്ടതിൽ ഏറ്റവും അധികം ചെലവ് വഹിച്ചുകൊണ്ട് നിർമ്മിച്ച 882 അടി നീളവും 66,000 ടൺ ഭാരവുമുണ്ടായിരുന്ന ആ കപ്പലിൻ്റെ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് മനുഷ്യബുദ്ധിയുടെയും ധിഷണയുടെയും വലിപ്പം കൊണ്ടും മഹത്വം കൊണ്ടും അഹന്ത ബാധിച്ച ആളുകൾ ഒരിക്കലും നശിക്കാത്ത ഒഴുകുന്ന കൊട്ടാരം എന്ന ഓമന പേരിട്ടുകൊണ്ടാണ് ആ കപ്പലിൽ യാത്ര ആരംഭിച്ചത്. 2 ദിവസം കഴിഞ്ഞ് ഏപ്രിൽ മാസം 14-ാം തീയതി അർദ്ധരാത്രി അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലെ വലിയ മഞ്ഞുകട്ടയോട് മുട്ടി തകർന്ന് സമുദ്രത്തിനടിയിലേക്ക് മുങ്ങി ചരിത്രമായി തീർന്ന ടൈറ്റാനിക്
അതിൻ്റെ അവശിഷ്ടങ്ങൾ പോലും കണ്ടെടുക്കാൻ കഴിയാത്ത വിധം നഷ്ടപ്പെട്ടു എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. സമുദ്രത്തിൻ്റെ അകത്ത് മുങ്ങി ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ അന്തർദേശീയ അവകാശമുള്ള നിധിവേട്ടക്കാരനും മുങ്ങൽ വിദഗ്ധനുമായ ജോർജ് ടള്ളക്ക് 52 തവണയാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ മുങ്ങി ടൈറ്റാനിക്കിനെ അന്വേഷിച്ചതെങ്കിലും അതിൻ്റെ അവശിഷ്ടങ്ങളിൽ ഏതാനും പൊട്ടും പൊടിയും കാണാൻ സാധ്യമായി എന്നതല്ലാതെ അത്രയും വലിയ കപ്പലിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് ടൈറ്റാനിക്കിൻ്റെ ദുരന്തത്തിൻ്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. മനുഷ്യർക്ക് ബുദ്ധിയുണ്ടെന്നും വിവേകമുണ്ടെന്നും വിജ്ഞാനമുണ്ടെന്നും അറിവുണ്ടെന്നും ശാസ്ത്രമുണ്ടെന്നും സാങ്കേതിക വിദ്യയുണ്ട് എന്നും പറഞ്ഞ് ആത്മീയതയെയും മതത്തെയും വേദഗ്രന്ഥത്തെയും അതിൻ്റെ സാധ്യതയെയും സാധുതയെയും ചോദ്യം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. വേദഗ്രന്ഥങ്ങൾ, ലോകത്ത് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങൾ ഏതായിരുന്നാലും അത് പഴഞ്ചനാണെന്നും ഒട്ടനേകം വൈജ്ഞാനികമായ മുന്നേറ്റങ്ങൾക്കും വിപ്ലവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഈ കാലഘട്ടത്തിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള വേദഗ്രന്ഥങ്ങൾക്ക് റോളൊന്നുമില്ലെന്നും പറയുന്ന, ആക്ഷേപിക്കുന്ന, ആരോപിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ലോകത്തുള്ളത്. ചില ആളുകളെങ്കിലും കോടാനുകോടി ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ മഹാദിഷ്ണാശാലികളായ മഹാമനീഷികളിലൂടെ അവരുടെ തൂലികത്തുമ്പിലൂടെ പ്രത്യക്ഷപ്പെട്ട കോടാനുകോടി ഗ്രന്ഥങ്ങളുള്ള ലോകത്ത് വിശുദ്ധ ഖുർആനിനെ പോലെയുള്ള ഒരു ഗ്രന്ഥം എന്തുകൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്നുവെന്നത്, ചർച്ച ചെയ്യപ്പെടുന്നുവെന്നത്, വിവാദങ്ങളിൽ അകപ്പെടുന്നുവെന്നത്, ചോദ്യം ചെയ്യപ്പെടുകയും വെല്ലുവിളിക്കപ്പെടുകയും എതിർക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്യുന്നു എന്നത് ചരിത്ര വിദ്യാർത്ഥികൾ ഗൗരവത്തോടുകൂടെ ചോദിച്ചുത്തരം കണ്ടെത്തേണ്ടുന്ന സുപ്രധാനമായ ഒരു കാര്യമാണ്. നമ്മുടെ ലോകത്ത് പ്രത്യക്ഷപ്പെട്ട ഗ്രന്ഥങ്ങൾ, ഈടുറ്റതും അവാർഡുകൾ വാങ്ങിക്കൂട്ടുന്നതുമായ അനേകം ഗ്രന്ഥങ്ങൾ മനുഷ്യ സാഹചര്യങ്ങളെ സ്വാധീനിക്കാനും ഭരണകൂടങ്ങളെ അട്ടിമറിക്കാനും ചരിത്രത്തിന്റെ ഇന്നലകളിൽ ചുവന്നക്കങ്ങളെ കൊണ്ട് രേഖപ്പെടുത്തി വച്ച വിപ്ലവങ്ങൾക്ക് തീയതി കുറിക്കാനും മഹാവീര്യം പകരാനും കാരണമായി തീർന്ന അനേകം ഗ്രന്ഥങ്ങൾ നമ്മുടെ ലോകത്ത് രചിക്കപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രമീമാംസകരിലൂടെ, തത്വചിന്തകന്മാരിലൂടെ, ശാസ്ത്രജ്ഞന്മാരിലൂടെ, സാഹിത്യകാരന്മാരിലൂടെ ലോകത്ത് വെളിച്ചം കണ്ട് പ്രസിദ്ധീകരിക്കപ്പെട്ട കോടിക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ നിന്ന് ലക്ഷോപലക്ഷം പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഖുർആനിനെ പോലെയുള്ള ഒരു ഗ്രന്ഥം എങ്ങനെ മാറി നിൽക്കുന്നു എന്ന, എങ്ങനെ വ്യത്യാസപ്പെട്ടു നിൽക്കുന്നു എന്ന അടിസ്ഥാനപരമായ ഒരു ചോദ്യമാണ് ലോകത്തിന്റെ മുന്നിൽ ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്നത്. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ അക്ഷരാഭ്യാസമില്ലാത്ത, എഴുത്തറിയാത്ത, വായന അറിയാത്ത, വമാ കുന്ത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബ് വലാ തഖുതുഹു ബിയമീനിക്, തന്റെ വലത് കൈ കൊണ്ട് അന്നത്തെ ദിവസം വരെ ഒരു അക്ഷരം പോലും എഴുതിയിട്ടില്ലാത്ത, ഒരു പുസ്തകം പോലും വായിച്ചിട്ടില്ലാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ വിശുദ്ധ ഖുർആൻ ലോകത്ത് അവതരിപ്പിക്കപ്പെട്ടു.